വിത്തൗട്ട് എനി റീസൺ അങ്ങനെ ഒരു വ്യൂവിൽ ഇങ്ങനെ ഫോട്ടോ അല്ല എന്താ അപ്ലോഡ് ചെയ്യണ്ട അറിയോ? ഒരു കറുപ്പ് മൊത്തം കറുപ്പ് ഒന്നും കാണാൻ പറ്റരുത്. അതെങ്ങനെ? കാരണം ഫോട്ടോ ഈ അപ്ഡേറ്റ് എല്ലാം ഫോട്ടോ എന്തെങ്കിലും അപ്ലോഡ് ചെയ്തോ എന്ന് വെച്ചാല് ഒരു പട്ടീന്റെയോ പൂച്ചേന്റെയോ വീഡിയോ ഉണ്ടല്ലോ, യൂട്യൂബില് വീഡിയോ എങ്ങനെ ഇടണ്ട അറിയോ? അതറിയാം. അങ്ങനല്ല, അതല്ല പറഞ്ഞേ. മറ്റേ ലിങ്ക് വെച്ച് കേറുന്ന, ലിങ്ക് വെച്ച് കേറിയിട്ട് മാത്രം കാണൂലേ? അതന്നെ. അങ്ങനെ ചെയ്തോ, എന്നാ പിന്നെ അവർക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. എന്താ പറയണേ? റെക്കോർഡ് എടുക്കണ്ടെന്ന് അറിയാ പോണ്ടേന്ന്. അതാണോ പറയണേ? എന്റെ മോനെ ഫസ്റ്റത്തെ AGD ആയിരിക്കും ഉണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്, ബാക്കിയൊന്നും മനസ്സിലായില്ല. ഒരാളെ 2 പ്രാവശ്യം കൊന്നേ. ഒരു മിനിറ്റ് ഞാൻ വീശിന്നൊന്നും ഇറങ്ങി പറഞ്ഞു കൊടുക്കട്ടെ. ഹലോ. എടാ നിനക്ക് റൂൾ അറിയില്ലടാ മണ്ട. എടാ ഞാനിപ്പോ റിപ്പോർട്ട് അടിച്ച് കഴിഞ്ഞാൽ നിനക്ക് വാണിങ് കിട്ടും, മനസ്സിലായോ? നീയാണ് എന്നെ ഗ്രീൻ സോണിൽ കിടന്ന് കൊന്നേ. നീ എടുത്ത് റെക്കോർഡ് എടുത്തിട്ട് ഒരു കുണ്ണ ഉണ്ടാക്കിയിട്ടും ഒരു കാര്യമില്ല, മനസ്സിലായോ? മനസ്സിലായോ നിനക്ക്? ആദ്യം പോയി റൂള് പഠിക്കും മച്ചാനെ. വീട്ടിലെ ആൾക്കാരില്ലേടാ, നീ അവരെ പോയി വിളിച്ചോ ആദ്യം. എടാ നിനക്ക് തന്തയുള്ളതല്ലേ, നീ അങ്ങേരെ അടുത്ത് പോയി പറഞ്ഞു നോക്ക്, അങ്ങേരെ നിന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരുമായിരിക്കും. പോയടാ, പോയി. അവന് കേട്ടപ്പോ മതിയായി. അവന് ടിവിയുടെ കിടന്ന് ചുറ്റി കളിക്കുന്നുണ്ട്. പറയടാ, പറയ്. പറയടാ, കാണണ്ട്. ഇല്ലടാ, സിറ്റുവേഷൻ ഒന്നല്ലടാ. നമ്മളിപ്പോ അതീ കൂടെ ചുമ്മാ നടന്നു പോയപ്പോ നമ്മളൊന്നും ചെയ്യാണ്ടാവാൻ വന്ന് കൊന്നാർന്നു. ഇല്ല, ഞാൻ റെക്കോർഡ് എടുത്തിട്ടുണ്ട്. അവനുള്ള ഞാൻ റിപ്പോർട്ട് അടിച്ചോളാം, അത് ചെയ്യില്ല. അവൻ ആ കഴപ്പ് അടിയാനുള്ള അവനെ കൊടുത്തോളാം ഞാൻ. പിന്നെ തന്തയ്ക്ക് വിളിച്ചത് അതിനുള്ള ഞാൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. എന്തായാലും ചോദിച്ചതിന് താങ്ക്സ്. അതേത് കൊണ്ടാ? എടാ 3 വാണിങ് കിട്ടിയാ തീരാവുന്നുള്ള നിന്റെ കഴപ്പ്. നിനക്ക് 3 വാണിങ് കിട്ടിയാൽ നിന്റെ കഴപ്പ് തീരുവോ? ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. 3 വാണിങ് കിട്ടിയാൽ തീരാവുന്നുള്ളൂ നിന്റെ, കേട്ടാ? ആദ്യം പോയി നീ റൂള് പഠിക്കും വച്ചാനാ, എന്നിട്ട് നീ എടുക്കാൻ വാ. നീ അല്ലാണ്ട് പിന്നെ ഞാനാണോ പുണ്ടച്ചുവനെ? ഇവനെന്താ എടാ നീ അല്ലാണ്ട് പിന്നെ ഞാനാവോ? നീ അയ്ക്ക് എന്തൊക്കെയാടാ പറയണേ? എടാ സ്കൂളിൽ പോയി പഠിക്കണ സമയത്ത് സ്കൂളിൽ പോയി പഠിച്ചാ പോരടാ, എന്തിനാടാ ബാക്കിയുള്ളവരെ കിട്ടാരാ എന്നെ? അല്ലേ, ഞാൻ തന്നെയാന്ന്. അയ്യേ.
എടാ എനിക്ക് റെക്കോർഡ് എടുക്കാൻ മാത്രല്ല, നീ വീട്ടിൽ വന്നപ്പോ അടിച്ചിട്ടാർന്നത് നിനക്കറിയാലോ. അത് നീ കണ്ടേണ്ടോന്ന് എനിക്കറിയില്ല. അതിൽ ഞങ്ങൾ കുറച്ച് വീഡിയോസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് തപ്പിക്കഴിഞ്ഞാൽ നിന്റെ ഡെഡ് ബോഡി അതിനകത്ത് കാണാൻ പറ്റും കേട്ടാ. നീ അത് തപ്പിക്കോ, എനിക്ക് നിനക്ക് അയച്ചുതരാനൊന്നും നേരമില്ല. പിന്നെ നിനക്കുള്ളത് ഇന്ന് എന്തായാലും ഉണ്ടാവും, മനസ്സിലായോ? നീ ഇപ്പൊ റെക്കോർഡ് എടുത്തിട്ട് ഒരു കാര്യമില്ല. എന്റെ പേരിൽ ഒരു റിപ്പോർട്ട് അടിച്ചാലും നീ എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ നിന്റെ ഫാമിലിനെ പറയാളെ ഒന്നും ടൈപ്പ് ചെയ്തിട്ടില്ല കേട്ടാ. ഞാൻ എടാ ആണാണെങ്കിൽ എടാ ഇന്നലെ വന്നാർന്നോടാ നിന്റെ ഒക്കെ വീട്ടിൽ വന്ന് നിന്നെയൊക്കെ അടിച്ചിട്ടേടാ, നീ അതൊന്നും കണ്ടില്ലേ? എടാ നിന്റെ ലീഡറിനോട് പോയി ചോദിക്കി, നിന്റെ ലീഡറിനോട് ആദ്യം പോയി ചോദിക്കിട്ടാ, എന്നിട്ട് നീ കൊണ അടിക്കാൻ വന്നാ മതി മച്ചാനെ. നിന്റെ വില്ലേജിൽ തന്നെ ഇന്നലെ വന്ന് ഞങ്ങ അടിച്ചാർന്നു. ഏ എടാ കേട്ടോട്ടെ, അതിനെനിക്ക് എന്താ? നിന്റെ ലീഡറിനോട് ചോദിച്ചോ ഞാൻ ഇപ്പൊ എന്ത് ചെയ്യണം? നീ പോടാ അവിടുന്ന്. പിന്നെ നിന്റെ ലീഡർ കേട്ട് കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് മറക്കും നിന്നെ. ഹേയ് എടാ ഇവനൊക്കെ എന്ത് വെറും വാണങ്ങളാണല്ലോ. അതെ നിന്റെ അച്ഛനല്ലേ അവൻ രാത്രി ഇരുന്ന് അത് വിടാറ് പതിവുള്ളത്. കൂട്ടിന് നീ ഉണ്ടാവാറുണ്ടോ? അല്ല പിന്നെ. എടാ നീയൊക്കെ മാന്യായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മള് മാന്യായിട്ട് സംസാരിക്കും. ഇപ്പൊ അതേ ടി വിയിലെ ലൂസിഫർ അവൻ എന്നോട് വന്ന് നല്ല മാന്യായിട്ട് സംസാരിച്ചു, ഞാൻ അതേമാതിരി തന്നെ മാന്യായിട്ട് സംസാരിച്ചു. നമ്മള് തമ്മിൽ ചിറ്റിയില് അടി ഉണ്ടെന്ന് വെച്ചാൽ എപ്പോഴും അങ്ങനെ അടി ഉണ്ടാക്കേണ്ട കാര്യമില്ല. അല്ലോ അവൻ എന്നോട് മാന്യായിട്ട് സംസാരിച്ചു, അതേമാതിരി ഞാൻ അവന്റെ അടുത്ത് മാന്യായിട്ട് സംസാരിച്ചു. അത് നീ ഇപ്പൊ അവനോട് ചോദിച്ചാലും അവൻ പറയും. അതേമാതിരി നീ കൊണടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മളും കൊണടിക്കും, അത്രേ ഉള്ളൂ കേട്ടോ. വേറെ ഒന്നും പറയാനില്ലേ. നീ ഇപ്പൊ എന്തായാലും ഈ വെറുതെ വന്ന് ഇടിച്ചിട്ടേന് അതെന്തായാലും ഞാൻ റിപ്പോർട്ട് ചെയ്തോളാം, അതിനുള്ള നിനക്ക് കിട്ടിക്കോളും.